എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. I, Mayor of Kerala, also the Mayor of KSRTC and Public Road. I dream is IPS, IAS and MBBS. My mathematics mark very big. I love zero number, so I take 0 in exam. But why? The coefficient of linear expansion is the position of the hemoglobin in the atmosphere. But why? But I am future IPS, so people salute me. No salute, no job, no money, only punishment. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. എന്റെ പൊന്നു നാട്ടുകാരെ, IPS എന്നൊരു സ്വപ്നവും കൊണ്ട് നടക്കുന്ന ബഹുമിടുക്കിയുടെ പരീക്ഷയുടെ മാർക്കുകൾ കണ്ട് ഞെട്ടിത്തരിച്ചുപോയി. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, നമ്മൾ ഉദ്ദേശിച്ച ആളൊന്നും അല്ല കേട്ടോ. അവരുടെ മാർക്കുകൾ സർവകലാശാലയിൽ പരിശോധിച്ചപ്പോഴാണ് മാത്തമാറ്റിക്സിന് 0 മാർക്കാണ്. സെക്കൻഡ് സെമിസ്റ്ററിൽ മലയാള ഗദ്യ സാഹിത്യത്തിന് 7 മാർക്കാണ്. എന്നാലും പഹയാ മലയാളത്തിൽ എനിക്ക് ഇത്ര വിവരം ഉണ്ടെന്ന് വിചാരിച്ചിട്ടില്ല. അതൊക്കെ ആവശ്യമുള്ളപ്പോൾ എടുത്ത് കാഴ്ചയാ മതിയല്ലോ എന്ന് കരുതിയാ. കുഞ്ഞു പ്രായത്തിൽ കസേര കിട്ടിയതിൽ സമ്പൂജ്യയാണെന്ന് നാഴികയ്ക്ക് 40 വട്ടം അന്ന് ആവർത്തിച്ചപ്പോൾ അത് സർട്ടിഫൈഡ് സമ്പൂജ്യതയാണെന്ന് അറിഞ്ഞില്ല. ഈ നിലവാരത്തിന്റെ പിൻബലത്തിലായിരുന്നു വാചക കസർത്ത് മുഴുവനും അല്ലേ? നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അപ്പോൾ ഈ 0 മാർക്ക് വാങ്ങുന്ന ഒരു കുട്ടി, 7 മാർക്ക് വാങ്ങുന്ന കുട്ടി, ഇങ്ങനെയുള്ള ഒരാളിനെയാണ് CPM മേയറായി നിയമിക്കുന്നത്. മാത്രമല്ല അവർക്കൊരു പ്രൊജക്ഷൻ കൊടുക്കുകയാണ്, ഭാവിയിൽ IAS ആണ് IPS ആണെന്ന രീതിയിൽ. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി. പ്രസ്ഥാനത്തിൽ പിന്നെ വിദ്യാസമ്പന്നരെ മുട്ടിയിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. അപ്പൊ ആ ലെവലിലുള്ള ഒരു പാവയൂട്ടിയെ മേറൂട്ടിയെ വേണമെന്ന് അവരാഗ്രഹിച്ചു. ചേർത്ത് വായിക്കാനും നോക്കി വായിക്കാനും ഒക്കെ ചക്രശ്വാസം വലിക്കുന്നവർ യഥേഷ്ടം ഉണ്ടല്ലോ അവിടെ. അഹങ്കാരത്തിന്റെ ആൾരൂപമാണ് ആര്യ രാജേന്ദ്രൻ. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? വിദ്യാഭ്യാസത്തിന്റെ കുറവ് അവർ സാധാരണയായിട്ട് അഹങ്കാരം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് പതിവ്. മുഖ്യധാർഷ്ട്യൻ മുതൽ ഇങ്ങോട്ട് എല്ലാവരും അത് കൃത്യമായിട്ട് പിന്തുടരുന്നുണ്ട്. അടുത്ത കാലത്ത് രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിലേക്ക് ഇവരുടെ കാർ കൊണ്ടുവന്ന് കയറ്റിയില്ലേ? ഡ്രൈവർ പറഞ്ഞത് എന്താ? മേയർ പറഞ്ഞു കാർ കൊണ്ടുവന്ന് രാഷ്ട്രപതിയുടെ വാഹനത്തെ വ്യൂഹത്തിലേക്ക് കയറ്റാൻ. തെറ്റല്ലേ അത്? അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിൽ കൊണ്ട് കാറ് കയറ്റിയ ആള് സ്വന്തം അധികാര പരിധിയിലോടുന്ന KSRTCയിലെ താൽക്കാലിക ജീവനക്കാരനോട് കാണിച്ച മര്യാദ ഊഹിക്കാം. എന്നാണുണ്ടോ നിങ്ങൾക്ക്? എനിക്കും തോന്നിയത്. അടുത്ത കാലത്ത് ഏതോ ഒരു ഇംഗ്ലീഷ് ചാനൽ ഈ ആര്യ രാജേന്ദ്രനോട് ഒരു ഇന്റർവ്യൂ നടത്തുന്നത് കണ്ടു. അസഹനീയമായിരുന്നു. അത് ഓർമ്മിപ്പിക്കല്ലേ, ഇംഗ്ലീഷിന് മാർക്ക് അന്നേ നാട്ടുകാർ കൊടുത്തതാ. മൈ എയിം ഈസ് ടു ബ്രിങ് അപ്പ് all people to together. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? നഴ്സറി പഠിക്കുന്ന കുട്ടികൾ ഇതിനേക്കാൾ ഭംഗിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. നാളത്തെ IPS അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. സഖാക്കൾക്ക് IPS ആകാനുള്ള യോഗ്യത വെച്ച് നോക്കുമ്പോൾ ഇത് തന്നെ അധികമാണെന്ന് തോന്നുന്നു. തന്നെയായിരുന്നാലും വിഷയമാവില്ല. എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന എനിക്ക് കിട്ടും, വാങ്ങും ഞാൻ. വിദ്യാഭ്യാസ മന്ത്രിയും വാഴക്കുല PhD ഒക്കെ ഇങ്ങനെ തല്ലി ഉയർത്തി നിൽക്കുമല്ലേ അവിടെ. മലയാള ഭാഷയിൽ 7 മാർക്ക് വാങ്ങണമെങ്കിൽ അവരുടെ യോഗ്യത എന്താ? 7 സ്വരങ്ങളും മാറി മാറി വേദിയിൽ ഉയർത്തി കയ്യടി വാങ്ങിക്കുന്ന തെറിയാശാന്റെ ഒക്കെ പാത പിന്തുടരാൻ ആഗ്രഹിക്കുന്ന ഒരു യുവ നേതാവിന്റെ ശ്രമമായിട്ട് ഈ 7 മാർക്കിനെ കണ്ടാൽ മതി. എന്താ ഉറക്കം വരുന്നു? വല്ലാത്ത തലവേദന. ഞാനൊന്ന് കിടക്കട്ടെ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.